ബാസിയുടെ ഈസ് എ വെരി ഗുഡ് ആക്ടർ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. രണ്ട് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റിയ ഒരു രൂപവും കഴിവും ഉള്ള ഒരാളാണ്. അതായത് വളരെ പാവത്താനായിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യുക, അപ്പുറത്തെ എക്സ്ട്രീമിൽ ഒരു ഭയങ്കര ആറ്റിറ്റ്യൂഡുള്ള ഒരു ഭീകരൻ്റെ റോളും ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു ആക്ടറാണ്. അപ്പം രണ്ട് എക്സ്ട്രീമും ചെയ്യാൻ പറ്റുമ്പോഴത്തേക്കും ഈ രണ്ട് എക്സ്ട്രീമിൻ്റെ ഇടയിലുള്ള ഏത് കഥാപാത്രവും അദ്ദേഹത്തിന് നല്ലപോലെ ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. സ്ക്രിപ്റ്റിലാണ് ശരിക്കും തുടക്കം മുതലേ ഇങ്ങനെ എന്താ സംഭവിക്കാൻ അറിയാവുന്ന ആ ഒരു ക്യൂരിയോസിറ്റി ഭയങ്കര അടിപൊളിയായിട്ട് അതാണ് മൊത്തത്തിൽ ബാസിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ്. ബാസിയായിട്ടുള്ള നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ആകെ കുറച്ച് ദിവസമേ കോമ്പിനേഷൻ ഷോട്ട്സ് ഉണ്ടായിട്ടുള്ളൂ. സോ വന്നാൽ ലൈക്ക് ഹീസ് വെരി ഫാസ്റ്റ്, ഹീസ് എ ബ്രില്യൻറ്റ് ആക്ടർ. അപ്പം ലൈക്ക് ഏതൊരു ആക്ടറിനും കണ്ണ് ഭയങ്കര എക്സ്പ്രസീവ് ആയിരിക്കണമല്ലോ. ഹീസ് നോട്ട് ലൈക്ക് ഭയങ്കര മാസ് ഹീറോ അല്ല, ലൈക്ക് അങ്ങനെ ഒരു ബോഡി ഉള്ള ഒരാളല്ല, ബട്ട് ഹീ ക്യാൻ പുൾ ഓഫ് സ്വാഗ് ഉണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് ടു വാച്ച് ഇൻ പേഴ്സൺ. ഇത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത്. എല്ലാവരും നല്ല ബാസി ചേട്ടൻ അതെ. പിന്നെ പുള്ളി എന്താ പറയുക, അതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനൊരു പുള്ളി ഇങ്ങനൊരു പടം എല്ലാവർക്കും നമുക്ക് കാരണം പുള്ളിയുടെ റേഞ്ച് എന്താണെന്ന് ഈ പടത്തിൽ മനസ്സിലാവുന്നുണ്ട്. പുള്ളി അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി വേറെ ലെവലാട്ടോ സത്യം പറഞ്ഞാൽ. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് ഈ പുള്ളിയുടെ നമ്മൾ മുന്നേ പണ്ട പടങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ബാസി. അത് അടിപൊളിയായിട്ടുണ്ട് പടം ബാസി. ഇതാണ് നമ്മുടെ സംവിധായകൻ ജോ. അപ്പോൾ ജോയും സാഗറാണ് നമ്മുടെ എഴുത്തുകാരൻ. സാഗർ വന്നിട്ട് ഈ ഒരു 4-5 സീനിൽ വരുന്നൊരു കഥാപാത്രമാണ്. അത് പറഞ്ഞപ്പോൾ തന്നെ അത് ഭയങ്കരമായിട്ട് എന്നെ ഹിറ്റ് ചെയ്ത്. ഇത് ചെയ്യേണ്ട സിനിമയും ഈ ചെയ്യേണ്ട കഥാപാത്രമാണെന്ന്. അപ്പോൾ അതുകൊണ്ട് എത്രമാത്രം ഇതിൻ്റെ അകത്ത് ഞാനുണ്ട് അതൊന്നും ഞാൻ നോക്കിയില്ല. ഈ സിനിമയുടെ ഭാഗമാകണമെന്നായിരുന്നു. അതായി. ഇപ്പോൾ സന്തോഷമുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർ രസിച്ചിരുന്ന് കാണുമ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും. കാര്യം എന്നെപ്പോലൊരു യുവ കലാകാരൻ ആദ്യത്തെ ഒരു സിനിമ ചെയ്ത് ഞാൻ ജനങ്ങളിലേക്ക് മുമ്പിലേക്ക് എത്തിക്കുമ്പോൾ അത് ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് അതിലും വലുതായിട്ട് വേറൊന്നുമില്ല. അതാണ് ഓരോ കലാകാരന്മാരും എന്താ പറയുക ആഗ്രഹിക്കുന്ന അതാണ്. അതെനിക്ക് കിട്ടിയതിൽ എന്താ പറയുക ഭയങ്കര സന്തോഷമാണ്. അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് പരിപാടി ഇങ്ങനെ പ്ലാൻ ഉണ്ട്. എന്തായാലും ഇതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. പിന്നെ അത് നല്ല തിരക്കഥ പരിപാടി ഒക്കെ ആയിട്ടുള്ള എഴുത്തിലാണ് അത് വന്നതിന് ശേഷം പ്ലാൻ ചെയ്യുന്നത്. എനിക്ക് ഇപ്പം എൻ്റെ കഥയിലും ഞാൻ ചെയ്തു വെച്ചെങ്കിലും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നല്ലോ. ആ വിശ്വാസം അനുസരിച്ചിട്ട് നമ്മൾ സിനിമ ഇറക്കി. എല്ലാ സിനിമകളും വിജയിക്കാൻ വേണ്ടി തന്നെയാണ് ഇറക്കുന്നത്. എല്ലാ പടങ്ങളും വിജയിക്കണം. തിയേറ്ററിലോട്ട് ആൾ വരണം. എങ്കിൽ മാത്രമേ ചെറിയ പടമൊന്നും വലിയ പടമൊന്നുമില്ല. നല്ല പടങ്ങളാണെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ അത് ഇത്രയും നാളും സ്വീകരിച്ചിട്ടേ ഉള്ളൂ. പിന്നെ ബാക്കിയൊക്കെ ജനങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അവർ വന്ന് കാണും എന്നൊരു വിശ്വാസമുണ്ട്, പ്രതീക്ഷയുണ്ട്. എല്ലാ സിനിമകളും കാണണം. കൂട്ടത്തിൽ നമ്മുടെ പടവും കാണണം, ആസാദി. അത് തന്നെയുള്ളൂ പറയാം. താങ്ക് യു.